നമസ്കാരം കേരളം. തിരുവനന്തപുരത്ത് നടന്ന ചൂടേറിയ മത്സരത്തിൽ ആരാകും വിജയിക്കുക എന്ന ചോദ്യത്തിന് മുന്നണി വ്യത്യാസമില്ലാതെ കേരളം ഒന്നാകെ പറഞ്ഞത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്ന് തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും രാജീവ് ചന്ദ്രശേഖറുടെ വിജയം തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ശശി തരൂരിനെയാണ് ഇത്തവണ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തരൂർ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നതും. കഴിഞ്ഞ തവണ 10.10 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തിരുന്ന സ്ഥാനത്ത് ഇത്തവണ 9.50 ലക്ഷം വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 66.46% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 7.23% വോട്ടിംഗ് കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 2019 തിരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിനടുത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തരൂർ MP ആയത്. 2ാം സ്ഥാനത്തെത്തിയത് BJPയുടെ കുമ്മനം രാജശേഖരനാണ്. 4.16 ലക്ഷം വോട്ട് തരൂർ നേടിയപ്പോൾ 3.16 ലക്ഷം വോട്ടുകൾ കുമ്മനം നേടുകയായിരുന്നു. 63,472 കന്നി വോട്ടർമാരാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. അവരിൽ 80% പേരും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കഴക്കൂട്ടം, നേമം, തിരുവനന്തപുരം, പാറശാല, നെയ്യാറ്റിൻകര, കോവളം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലാണ് കൂടുതൽ പുതിയ വോട്ടർമാർ. ഇവയെല്ലാം BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. പുതിയ വോട്ടർമാരിൽ 60% വോട്ടും BJPക്ക് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ BJPയുടെ സാധ്യത തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കൂടുതലായുണ്ട് എന്ന് തന്നെ വിലയിരുത്താൻ സാധിക്കും. ഇത്തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരിൽ 1/2 ലക്ഷം പേരും പുതിയ വോട്ടർമാരാണ്. അതായത് കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തവരിൽ 9 ലക്ഷം പേര് മാത്രമാണ് ഇത്തവണ വോട്ട് ചെയ്തത് എന്ന് ചുരുക്കി പറയാൻ പറ്റും. ഇത്തവണ വോട്ട് ചെയ്തവരിൽ 80% തരൂരിന് ലഭിക്കേണ്ട വോട്ടുകളായിരുന്നു. ഇക്കണക്കിൽ മാത്രം നോക്കിയാൽ 3.28 ലക്ഷം വോട്ടുകളായി തരൂരിന് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വിലയിരുത്താം. കഴിഞ്ഞ തവണ തരൂരിന് വോട്ട് ചെയ്തവരിൽ 10 മുതൽ 15% വരെ ആളുകൾ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് വോട്ട് 2.78 ലക്ഷത്തിനും 2.98 ലക്ഷത്തിനും ഇടയ്ക്കാകും. BJPയുടെ 10% വീതം വോട്ടും പല കാരണങ്ങളാൽ ചെയ്തിട്ടുമില്ല. ഇങ്ങനെ നോക്കിയാൽ BJP വോട്ട് 3.45 ലക്ഷത്തിനും 3.65 ലക്ഷത്തിനും ഇടയിലാകും. CPI വോട്ട് 2.79 ലക്ഷത്തിനും 2.99 ലക്ഷത്തിനും ഇടയിലാകും. ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ എന്നീ 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമാകുമ്പോൾ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമുള്ള പ്രഗത്ഭരായ 2 വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടം കൂടിയാണിത്. അതിനെ ഏത് രീതിയിൽ യുവതലമുറ നോക്കിക്കാണുന്നു എന്നുകൂടി മനസ്സിലാക്കാവുന്ന പോരാട്ടം കൂടിയായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത്.